ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിപിൻ. ഫിഷിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ സ്പോട്ടിൽ തന്നെയാണ്. ചെറുമീൻ വരാനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പൊതുവേ ഇവിടെ കൂടുതലായിട്ട് വരാനുള്ളത്. ലക്കിന് ചെറുമീൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോ നമ്മുടെ റിയൽ വാറിൻ്റെ കിവിയാണ്. ആ ഒരു അമ്പൽക്കിട്ടുണ്ടോ അവിടെയൊക്കെ ഒന്ന് എറിഞ്ഞു നോക്കാം, ചിലപ്പം ആയിരിക്കും കേട്ടോ. അവിടെയൊക്കെ മീൻ നല്ല പോലെ കിടക്കുന്നത്. അവിടെ കയറി എടുത്തിട്ടുണ്ട് മീൻ. നല്ല ഓളമുണ്ട്, അതുകൊണ്ട് സീനാണ്. രക്ഷയില്ല കേട്ടോ വയസ്സ്. നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു ഈ ചാലമുണ്ടോ, ഈ കഴിച്ചാൽ ഇവിടെ എന്താ മോട്ടർപ്പുരയാണ്. ഇവിടെ നിന്ന് അടിച്ച് നോക്കാം. ഇവിടെ നിന്നാണ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഫസ്റ്റ് വരാലേറി അടിച്ചത്. ഇവിടെയൊക്കെ നല്ലൊരു സ്പോട്ടാണ്. നല്ലപോലെ വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് വരാല്ലേ. ഫസ്റ്റ് വരാല് നല്ല ഹുക്കപ്പാണ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ കിവിയിൽ. റിയൽ വാരിയറിൻ്റെ കിവിയിൽ ഫസ്റ്റ് വരാല് കേട്ടോ. അതാണ്ടേ എന്തായാലും ഒരുപാട് ഒന്നും വർണ്ണിക്കുന്നില്ല. നേരെ കൂടുവലയിലിട്ട് അടുത്ത് കാസ്റ്റും തുടങ്ങും. അടിച്ചപ്പോഴും ഹുക്ക് അങ്ങ് തിരിഞ്ഞ കേട്ടോ. നല്ലപോലെ ഹുക്ക് തിരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മിസ്സായിട്ടില്ല. നല്ല ഹുക്കപ്പായിരുന്നു. എൻ്റെ അടിത്താടി കൂടെ ആയിരുന്നു കയറിയത്. നല്ല ഹുക്ക് പ്രേക്ഷയുള്ളൊരു ഫ്രോഗാണ് കേട്ടോ. കഴുതോളിയോ ചെറുതിനെ ഇറക്കിയിട്ട് വലുതര. ഓ കുറേ ചേസ് ചെയ്തൊന്നും അടിക്കുന്നുണ്ട് കേട്ടോ. വലിയ വരാലല്ല, ചെറുതാണ്. അതാ അന്ന് എടുത്തോണ്ട് പോവാത്തത്. ഫ്രോ കയറി കുരുങ്ങി തോന്നല്ല. ഇല്ല കിടപ്പുണ്ട് കേട്ടോ. അടിച്ച് നല്ല സൈസ് വരാലാണ് കേട്ടോ. കിടില സൈസ് വരാല് കണ്ട. എന്നാണ് ഈ വലിച്ചുകൊണ്ട് ഓടിയത് ഗായ്സ്. കുറേ പരിശ്രമം കേട്ടോ. കാസ്റ്റ് ചെയ്ത് ലാസ്റ്റ് അടിച്ചതാണ് കേട്ടോ അവൻ. നമ്മുടെ കൊഫീനാണ്, റിയൽ ആയതിൻ്റെ കൊഫീനിൽ അടിച്ചത്. വളർത്തുവരാല ആഴമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇല്ലെങ്കിൽ വലിച്ചേറ്റുന്ന വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മുടെ ലുക്കാന പ്രെഡേറ്റർ ആയിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നല്ല പോലെ ഹുക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ റിയൽ വാരിയറിൻ്റെ കൊഫീൻ
കൊഫീൻ കളറ് കിഡിലും ഒരു വളർത്തുവലാര കേട്ടോ. വിയറ്റ്നാമാണ്, നല്ല സൈസ് സാധനം. നട നല്ല ഹുക്കപ്പാണ് കേട്ടോ, പോകത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും സ്കൂബിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല ഗൈസ്. പക്ക ഫോളോ അല്ല, സൈഡിൽ നിന്ന് ഇറങ്ങി വന്നടി വെച്ച്. വേണ്ടേ സ്കൂബി ഇരിക്കുന്നുണ്ടോ, ശരി ഫ്രോഗ്. ഉമ്മാരൊക്കെ അടിക്കുക, സ്കൂബി തന്നെയാണ് ബെസ്റ്റ്. അടിച്ചുകൊണ്ട് ഒറ്റ പോക്ക് സൈഡിലോട്ട് ഫ്രോഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. റബ്ബറിൻ്റെ അകത്തൂടെ പൊട്ടി അങ്ങ് അകത്ത് കയറി കേട്ടോ. പക്ഷെ കിള്ളം വരാനായിരുന്നു. അവിടെ മീൻ കിടപ്പുണ്ട്. ഓ ചുറ്റി കേട്ടോ, ഇതുണ്ടോ ഒറ്റയടിക്ക് വരാല്. ഇനി മിസ്സാവത്തില്ലേ സാധനം, അത് മിസ്സാവാത്ത രീതിയിലാണ് കേട്ടോ വീണേക്കുന്നത്. നമുക്ക് പണിയാവാനാണ്. ഓ ഉക്ക് തിരിഞ്ഞില്ല. Слушай, слушай, ആക്ടിവിറ്റി കാണുന്നിടത്ത് കാസ്റ്റ് ചെയ്ത രണ്ടാമത്തെ മൂന്നാമത്തെ കാസ്റ്റ് ഉറപ്പായിട്ട് മീൻ അടിച്ചിരിക്കും. സ്റ്റൈലും വരാല് കേട്ടോ, കിട്ടില്ല വരാല്. വളർത്താണ് എങ്കിലും നല്ല സൈസ് വരാല്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടാണ് കേട്ടോ കാസ്റ്റ് ചെയ്യുന്നത്. ഉച്ചയായതുകൊണ്ട് ഉച്ചയായി, അപ്പോൾ ഇത് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കാസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി വൈൻഡപ്പ് ചെയ്യണേ. അപ്പം നേരെ ഒരുപാടായി, ഉച്ചയായിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 12 മണി വരെ നമ്മൾ കാസ്റ്റ് ചെയ്തു കേട്ടോ. 12 മണി വരെ കാസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാം. നാടെ ഇത്രയും വരാം നമുക്ക് ഇന്ന് കാണിച്ചു തരാം, തട്ടിയിട്ട് കാണിച്ചു തരാം. നമ്മളിത് അടിച്ചത്, നമുക്ക് ഈ മീനെ കിട്ടിയ ഫ്രോഗ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കിവിയുടെ റിയൽ വാരിയർ കിവിയുടെ ഫ്രോഗ്, കൊഫീൻ, സ്കൂബി, ഇത്രയും ഫ്രോഗിലാണ് നമുക്ക് മീനടിച്ച് കയറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് മീനെ കാണാം. കണ്ടില്ലേ, ഹെവി ഒരു വരാലുണ്ട് കേട്ടോ. പിന്നെ അണ്ടേ ഇതാണ് ആറ്റ ഹെവി സാധനം. ഇതുവരെ ചത്തിട്ടില്ല. നമ്മുടെ വിയറ്റ്നാം വരാലാണ് കേട്ടോ, ഫുള്ള് വിയറ്റ്നാമാണ് കിട്ടിയത് ഫുള്ള്. അപ്പോൾ എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കോടെ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ മറ്റേ ദിവസം കാണാൻ വരെ ബൈ ബൈ.